നമസ്കാരം. പ്രധാന വാർത്തകൾ. രാജ്യം ലോകത്തെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥയായി വളർന്നുകൊണ്ടിരിക്കുമ്പോഴും ദാരിദ്ര്യ സൂചികയിൽ 105-ാം സ്ഥാനത്താണെന്ന് മന്ത്രി സി രവീന്ദ്രനാഥ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭരണകൂടം ഗ്രാമപഞ്ചായത്തുകളാണെന്നും രവീന്ദ്രനാഥ്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് റേഷൻ വ്യാപാരികൾ അനിശ്ചിതകാല സമരത്തിലേക്ക്. സംസ്ഥാന വ്യാപകമായി 27 മുതൽ കടകൾ അടച്ചിടും. ഒറ്റപ്പാലം താലൂക്കിൽ 150 റേഷൻ കടകൾ അടച്ചിടും. മലപ്പുറം ജില്ലാ സ്പോർട്സ് കൗൺസിൽ സംഘടിപ്പിച്ച ജില്ലാ കായിക മഹോത്സവം നാളെ സമാപിക്കും. പെരിന്തൽമണ്ണയിലാണ് സമാപന പരിപാടികൾ. മണാർക്കാട് നിയന്ത്രണം വിട്ട കാർ മതിലിടിച്ച് അപകടത്തിൽ 2 പേർക്ക് പരിക്കേറ്റു. കൊടുവാളിക്കുണ്ട് സ്വദേശികളായ നിതിൻ ദാസ്, രജീഷ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ഓങ്ങല്ലൂർ കാരക്കാട് പാറപ്പുറത്ത് പുലിയിറങ്ങിയെന്ന് അഭ്യൂഹം. പുലിയുടേതെന്ന് സംശയിക്കുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെയാണ് പ്രദേശത്തുള്ളവർ ആശങ്കയിലായത്. ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല എന്നും ദൃശ്യങ്ങൾ കാട്ടുപൂച്ചയുടേതാകാമെന്നും വനംവകുപ്പ്. ഇഷ്ടമായ വാർത്തകളിലേക്ക്. രാജ്യം ലോകത്തെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥയായി വളർന്നുകൊണ്ടിരിക്കുമ്പോഴും ദാരിദ്ര്യ സൂചികയിൽ 105-ാം സ്ഥാനത്താണെന്ന് മന്ത്രി സി രവീന്ദ്രനാഥ്. ഒറ്റപ്പാലം അർബൻ ബാങ്ക് സഹകരണ ബാങ്കുകളുടെ രാഷ്ട്ര പുനർനിർമ്മാണവും എന്ന പേരിൽ സംഘടിപ്പിച്ച സെമിനാറിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നമ്മുടെ രാജ്യം ലോകത്തെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥയായിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നു. വെരി ഗുഡ്, അല്ല? അങ്ങനെ ലോകത്തെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥയായിട്ട് വളർന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വേറൊരു ദുഃഖകരമായ വാർത്ത കേൾക്കുന്നു. ഗൂഗിളിൽ നോക്കിയപ്പോൾ കാണാം, ഇതൊന്നും ഒരു ആരോപണമല്ല. അത് പോവർട്ടി ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം. ഇന്ത്യ 3-ാമത്തെയും 4-ാമത്തെയും 5-ാമത്തെയും ഒക്കെ ആയിട്ട് വളരുന്നു എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ സന്തോഷം. വളരെയാണ് വേണ്ടത്. വളരുന്നു എന്ന കണക്ക് ഞാൻ പറഞ്ഞതുപോലെ കാണിക്കാനും പറ്റും. GDP ഗ്രോത്ത് റേറ്റും ഒക്കെ ഞാൻ എൻ്റെ സാങ്കേതിക പദങ്ങളിലേക്കൊന്നും പോകില്ല. വളർച്ച കാണിക്കാം, ശരിയാണ്, കണക്ക് നോക്കുമ്പോൾ ശരിയാണ്. പക്ഷെ വേറൊരു കണക്കാണ് ഞാൻ പറയണത്. അത് പോവർട്ടി ഇൻഡെക്സ്. ലോകരാജ്യങ്ങളുടെ പോവർട്ടി ഇൻഡെക്സ് മുഴുവൻ അളന്ന് ഒരു റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ലോകത്ത്. ഇപ്പം നോക്കിയാൽ കാണാം, ഗൂഗിളിൽ നോക്കിയാൽ അത് പുറത്തു വരും. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭരണകൂടം ഗ്രാമപഞ്ചായത്തുകളാണെന്നും രവീന്ദ്രനാഥ് പറഞ്ഞു. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭരണകൂടം ഏതാ? ഏറ്റവും പ്രധാനപ്പെട്ട ഭരണകൂടം ഏതാ? കേന്ദ്ര സർക്കാരാണ് എന്ന് ചിലപ്പോൾ ഉത്തരം പറഞ്ഞേക്കാം. സംസ്ഥാന സർക്കാരാണ് ചിലർ പറഞ്ഞേക്കാം. ഞാൻ ഒന്നും പറയില്ല. ഏറ്റവും പ്രധാനപ്പെട്ട ഭരണകൂടം ഏറ്റവും ജനകീയമായ ഭരണകൂടമാണ്, ഏറ്റവും ജനാധിപത്യ ഭരണകൂടമാണ്. അത് ഗ്രാമപഞ്ചായത്താണ്. ഇന്ത്യയിലെ ഏറ്റവും ജനങ്ങൾക്ക് നേരിട്ട് ഇടപെടാവുന്ന ഭരണ. ഞാൻ MLA ആയിരുന്നു, മന്ത്രിയായിരുന്നു. ഒരു മണ്ഡലത്തിലെ മൊത്തം ജനങ്ങൾക്ക് വേണ്ടി ഞാൻ നിയമസഭയിൽ 10-15 കൊല്ലം സംസാരിച്ചത്. ഇവിടെ പഞ്ചായത്തിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഈ ഗ്രാമത്തിലെ മുഴുവൻ ജനങ്ങളുമായിട്ട് നേരിട്ട് പഞ്ചായത്തിൽ വന്ന് സംസാരിക്കുക. എന്ത് മനോഹരമായിട്ടുള്ള സാധ്യത അവർക്കൊക്കെ. ജനങ്ങൾ നേരിട്ട് പഞ്ചായത്തിലെത്തി ജനങ്ങൾക്ക് ഏത് പദ്ധതി നിർവഹണത്തിലും മോണിറ്ററിങ്ങിലും മറ്റ് നിർമ്മാണത്തിലും ഒക്കെ ഇടപെടാൻ പറ്റുന്ന അതിമനോഹരമായിട്ടുള്ള ഒരു ജനാധിപത്യ സ്വരൂപം, ജനാധിപത്യ ഭാവം, ജനാധിപത്യ ബിംബം. അത്ര മനോഹരമായിട്ടുള്ള ഒരു ഭരണകൂടം തൊട്ടടുത്ത് നിൽക്കുകയാണ്. RBI എക്സിക്യൂട്ടീവ് ഡയറക്ടർ സതീഷ് മറാത്തയും സെമിനാറിൽ സംസാരിച്ചു. ഒറ്റപ്പാലം അർബൻ ബാങ്കിൽ IT അധിഷ്ഠിത പുതിയ ബാങ്കിംഗ് സംവിധാനങ്ങളുടെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സെമിനാർ സംഘടിപ്പിച്ചത്. ഒറ്റപ്പാലം അർബൻ ബാങ്കിൽ IT അധിഷ്ഠിത പുതിയ ബാങ്കിംഗ് സംവിധാനങ്ങളുടെ ഉദ്ഘാടനത്തോടനുബന്ധിച്ചാണ് സെമിനാർ സംഘടിപ്പിച്ചത്. വൈഫൈ സംവിധാനത്തോടു കൂടിയ ഡ്യുവൽ ഇന്റർഫേസ് ATM കാർഡിന്റെ പ്രകാശനവും മറാത്തെ നിർവഹിച്ചു. മനുശ്ശേരി KM ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടിയിൽ ബാങ്ക് ചെയർമാൻ U രാജഗോപാൽ സ്വാഗതം പറഞ്ഞു. സഹകരണ സംഘം രജിസ്ട്രാർ D സജിത്ത് ബാബു, IAS മോഡറേറ്ററായിരുന്ന ബാങ്ക് MD ഡോക്ടർ M രാമനുണ്ണി വിഷൻ 2025 അവതരിപ്പിച്ചു. പാലക്കാട് ജോയിന്റ് രജിസ്ട്രാർ ജനറൽ M ശ്രീഹരി, ഒറ്റപ്പാലം അസിസ്റ്റന്റ് രജിസ്ട്രാർ ജനറൽ പ്ലിസൺ C ഡേവിഡ് എന്നിവർ ആശംസാ പ്രസംഗം നടത്തി. വിവിധ അർബൻ ബാങ്കുകളിൽ നിന്നും പ്രാഥമിക സഹകരണ സംഘങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുത്ത വിദ്യാർത്ഥികളും സെമിനാറിൽ പങ്കെടുത്തു. ജനറൽ മാനേജർ ഇൻചാർജ് CS ബിന്ദു നന്ദി രേഖപ്പെടുത്തി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് റേഷൻ വ്യാപാരി സംയുക്ത സമരസമിതി ജനുവരി 27 മുതൽ സംസ്ഥാന വ്യാപകമായി നടത്തുന്ന അനിശ്ചിതകാല സമരത്തോടനുബന്ധിച്ച് ഒറ്റപ്പാലം താലൂക്കിലെ 150ഓളം റേഷൻ കടകൾ അടച്ചിടും. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ
അവഗണനയെ തുടർന്നാണ് റേഷൻ കടകൾ അനിശ്ചിതകാലമായി അടച്ചിടാൻ നിർബന്ധിതരായതെന്ന് സമരസമിതി നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വേതന പാക്കേജ് കാലാനുസൃതമായി പരിഷ്കരിക്കുക, ക്ഷേമനിധിയിലെ അപാകത പരിഹരിക്കുക, DBT സംവിധാനം കേന്ദ്ര സർക്കാർ ഉപേക്ഷിക്കുക, അർഹരായവരെ മുൻഗണനാ വിഭാഗത്തിൽപ്പെടുത്തുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ജനുവരി 27 മുതൽ റേഷൻ വ്യാപാരികൾ അനിശ്ചിതകാലത്തേക്ക് കടയടപ്പ് സമരം നടത്തുന്നത്. സംസ്ഥാന വ്യാപകമായി നടക്കുന്ന സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഒറ്റപ്പാലം താലൂക്കിലെ 150ഓളം റേഷൻ കടകളും 27 മുതൽ അടച്ചിടും. സൂചനാ സമരങ്ങൾ നടത്തിയിട്ടും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അവഗണന തുടരുന്ന സാഹചര്യത്തിലാണ് കടകൾ അടച്ച് അനിശ്ചിതകാലത്തേക്ക് സമരം നടത്താൻ നിർബന്ധിതരായതെന്നും സമരസമിതി നേതാക്കൾ പറഞ്ഞു. പൊതുവിതരണ രംഗത്ത് പ്രവർത്തിക്കുന്ന ലൈസൻസുകളും സെയിൽസ്മാൻമാരും ജനുവരി 27 മുതൽ അനിശ്ചിതകാല കടയടപ്പ് സമരം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതിൻ്റെ അതിൻ്റെ അജണ്ടകൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2018 ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ലൈസൻസുകൾക്കുള്ള വേതനം പ്രഖ്യാപിച്ചുള്ളത്. അവിടെ നിങ്ങളുടെ 7 വർഷമായിട്ടും ഇതിനൊരു പരിഷ്കരണം ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല. അപ്പോൾ അത് വേതന പരിഷ്കരണമാണ് നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ എതിരെ നിൽക്കുന്നൊരു പ്രശ്നമുള്ളത്. പിന്നെ അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെൻറ് ഈ റേഷൻ സംവിധാനം അട്ടിമറിക്കാനുള്ള ശ്രമത്തിലാണ്. DBT സംവിധാനം നടപ്പിൽ വരുത്തി കഴിഞ്ഞാൽ റേഷൻ അരിക്ക് പകരം അതിന് പേയ്മെൻറ്റ് അവരുടെ അക്കൗണ്ടുകളിലേക്ക് നൽകുന്നുള്ളതാണ് അവരുടെ പ്രഖ്യാപനം. നടപ്പിലാക്കുന്നത് പിൻവലിക്കണം. നമുക്ക് സ്റ്റേറ്റുകൾക്ക് തരുന്ന ക്വാട്ട വർദ്ധിപ്പിക്കണം. അതേപോലെ സംസ്ഥാന സർക്കാർ ഈ റേഷൻ വ്യാപാരികൾക്കുള്ള വേതന വർധനവ് ഉടൻ നടപ്പിലാക്കണം. അത് 2 ചർച്ചകൾ കഴിഞ്ഞു. ധനകാര്യമന്ത്രിയായിട്ടും ചർച്ച നടന്നു, അത് പരാജയപ്പെട്ടു. അതിൻ്റെ മുന്നേ ഭക്ഷ്യമന്ത്രിയായിട്ട് ചർച്ച നടന്നു, അതും പരാജയപ്പെട്ടു. ഇനിയിപ്പോൾ ഇതിലൊരു തീരുമാനം നമ്മുടെ ബഹുമാനപ്പെട്ട സംസ്ഥാന മുഖ്യമന്ത്രി ഒരു തീരുമാനത്തിലെത്തണം. അത് എത്രയും പെട്ടെന്ന് എത്തുമെന്നുള്ളത് തന്നെയാണ് ഞങ്ങളെ ശുഭാപ്തി വിശ്വാസം. അപ്പോൾ ഇതിനോട് അനുബന്ധിച്ച് 27-ാം തീയതി ഞങ്ങൾ സംയുക്ത സമരസമിതി ഒറ്റപ്പാലം താലൂക്ക് സപ്ലൈസിൽ ധർണ നടത്തുവാനും അതിൽ തീരുമാനമായിട്ടില്ലെങ്കിൽ 1-ാം തീയതി ജില്ലാ ആസ്ഥാനത്ത് ജില്ലാ സപ്ലൈസിന് മുമ്പിൽ ധർണ നടത്തുവാനാണ് ഇപ്പോഴുള്ള തീരുമാനം. ഒറ്റപ്പാലത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ സംയുക്ത സമരസമിതി കൺവീനർ PS സേതുരാജ്, ചെയർമാൻ MH അബ്ദുൽ നസീർ, കൺവീനർ K ഗിരീഷ്, K ജനാർദ്ദനൻ തുടങ്ങിയവരും പങ്കെടുത്തു. മലപ്പുറം ജില്ലാ സ്പോർട്സ് കൗൺസിൽ സംഘടിപ്പിച്ച ജില്ലാ കായിക മഹോത്സവത്തിന് മലപ്പുറത്ത് വർണ്ണാഭമായ തുടക്കം. സമാപന പരിപാടികൾ പെരിന്തൽമണ്ണയിൽ നടക്കും. ഘോഷയാത്രയ്ക്ക് ശേഷം നടക്കുന്ന സമാപന സമ്മേളനം കായിക വകുപ്പ് മന്ത്രി V അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കഴിഞ്ഞ വർഷമാണ് മലപ്പുറം ജില്ലയിൽ കായിക മഹോത്സവം ആദ്യം സംഘടിപ്പിച്ചത്. ഈ വർഷം പെരിന്തൽമണ്ണയിലും മലപ്പുറത്തുമായാണ് കായിക മഹോത്സവത്തിലെ മത്സരങ്ങൾ നടക്കുന്നത്. ജില്ലാ കായിക മഹോത്സവത്തിന്റെ സമാപന പരിപാടി പെരിന്തൽമണ്ണയിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഘോഷയാത്രയ്ക്ക് ശേഷം നടക്കുന്ന സമാപന സമ്മേളനം കായിക വകുപ്പ് മന്ത്രി V അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്യും. MLA നജീബ് കാന്തപുരം, ജില്ലാ കളക്ടർ VR വിനോദ് തുടങ്ങിയവർ സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കും. ജില്ലയിലുള്ള എല്ലാ മത്സരങ്ങളുടെയും സെമി ഫൈനലും ഫൈനലുമാണ് 25-26 തീയതിയിൽ നടക്കുന്നത്. അതിൽ 22 ഐറ്റത്തിൻ്റെത് പെരിന്തൽമണ്ണയിൽ നടക്കുന്നു, സെമി ഫൈനലും ഫൈനലും. അതിലുള്ള എല്ലാ സമ്മാനദാനവും നമ്മൾ 26-ാം തീയതി നടക്കുന്ന സമാപന സമ്മേളനത്തിൽ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഈ സമാപന സമ്മേളനം നമ്മൾ ഉദ്ദേശിക്കുന്നത് ചെറുകാർ കോർണറിൽ നിന്ന് തുടങ്ങി ഒരു ഘോഷയാത്രയോടുകൂടി അതിൽ കായിക അസോസിയേഷനുകളുണ്ടാവും, പരിസരത്തെ ക്ലബ്ബുകളുണ്ടാവും, പിന്നെ കായിക താരങ്ങളുണ്ടാവും. അങ്ങനെ വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു ഘോഷയാത്ര അവിടെ നിന്ന് തുടങ്ങി നമ്മൾ ടൗൺ സ്ക്വയർ വരെ പോവുകയാണ്. ഒരു 1500-നും 2000-നും ഇടയിലുള്ള ആളുകൾ വിളിച്ചുകൊണ്ടാണ് ഈ ഘോഷയാത്ര ഞങ്ങൾ സംഘടിപ്പിക്കുന്നത്. 26-ാം തീയതി വൈകിട്ട് 4:30 മണിക്ക് തുടങ്ങാനാണ് ഉദ്ദേശിക്കുന്നത്. 6 മണിക്ക് അതിൻ്റെ സമാപന സമ്മേളനം ബഹുമാനപ്പെട്ട കായിക വകുപ്പ് മന്ത്രി V അബ്ദുറഹ്മാൻ അവർ നിർവഹിക്കും. അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കും. ബഹുമാനപ്പെട്ട MLA നജീബ് കാന്തപുരം അധ്യക്ഷത. പെരിന്തൽമണ്ണയിൽ 22 ഇനങ്ങളിലാണ് മത്സരങ്ങൾ നടക്കുന്നത്. ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ നെറ്റ്ബോൾ, സെബക് തക്രോ, ടെന്നിക്കോയിറ്റ്, ബോൾ ബാഡ്മിൻ്റൺ, ത്രോബോൾ, സൈക്കിൾ പോളോ തുടങ്ങിയ മത്സരങ്ങൾ നടക്കുമ്പോൾ ടൗൺ സ്ക്വയറിൽ ഫെൻസിംഗ്, കളരിപ്പയറ്റ്, കബഡി, യോഗ, വുഷു എന്നീ മത്സരങ്ങൾ നടക്കും.
സൈക്ലിംഗ്, റോളർ സ്കേറ്റിംഗ് മത്സരങ്ങൾ 26-ന് പൊന്നിയാംകുറിശി ബൈപ്പാസ് റോഡിൽ രാവിലെ 6 മണി മുതൽ നടക്കുന്നതിനാൽ ഉച്ചവരെ ഈ ഭാഗത്ത് ഗതാഗത നിയന്ത്രണം ഉണ്ടായിരിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. ആട്യാപാട്യ, ബേസ്ബോൾ, സോഫ്റ്റ് ബോൾ എന്നിവയുടെ മത്സരങ്ങൾ പോളിഗ്രൗണ്ടിലും, ടേബിൾ ടെന്നീസ് കോസ്മോപൊളിറ്റൻ ക്ലബിലും, ചെസ് കോപ്പറേറ്റീവ് കോളേജിലും, നീന്തൽ മത്സരങ്ങൾ സിൽവർ മൗണ്ട് ഹൈസ്കൂളിലും, ആർച്ചറി MES അക്കാദമിയിലുമാണ് നടക്കുന്നത്. പൊതുജനങ്ങൾക്ക് പലതരത്തിലുള്ള കായിക ഇനങ്ങളെയും പരിചയപ്പെടുത്തുക എന്നതാണ് കായിക മഹോത്സവത്തിന്റെ ലക്ഷ്യം. ജനറൽ കൺവീനർ യു അബ്ദുൽ കരീം, നഗരസഭ വൈസ് ചെയർപേഴ്സൺ NA സീറ, സംഘടക സമിതി വൈസ് ചെയർമാൻ പച്ചേരി ഫാറൂഖ്, കൺവീനർമാരായ K ശ്യാംപ്രസാദ്, K സുരേന്ദ്രൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. മണ്ണാർക്കാട് കോങ്ങാട് റൂട്ടിൽ മുക്കണ്ണത്ത് നിയന്ത്രണം വിട്ടകാർ സ്വകാര്യ വ്യക്തിയുടെ മതിൽ ഇടിച്ചു തകർത്തു. 2 പേർക്ക് പരിക്കേറ്റു. വെള്ളിയാഴ്ച രാത്രിയാണ് അപകടം. മണ്ണാർക്കാട് കൊടുവാളിക്കുണ്ട് സ്വദേശികളായ നിതിൻ ദാസ്, രജീഷ് എന്നിവരെ വട്ടമ്പലം സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പരിക്ക് ഗുരുതരമല്ല. മണ്ണാർക്കാട് സ്റ്റേഷനിൽ നിന്നും സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ വിമൽ കുമാർ, വി സുരേഷ് കുമാർ, M രമേശ്, R അഖിൽ, ഡ്രൈവർ M മഹേഷ് എന്നിവർ അടങ്ങിയ സംഘം സ്ഥലത്തെത്തി പരിക്കേറ്റവരെ ആംബുലൻസിൽ ആശുപത്രിയിലെത്തിച്ചു. ഇടിയുടെ ആഘാതത്തിൽ കാറിൽ നിന്നും ചോർന്ന ഓയിൽ റോഡിൽ ഇരുചക്രവാഹനങ്ങൾക്ക് ഭീഷണിയായതിനെ തുടർന്ന് ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ വൃത്തിയാക്കി. അപകടത്തിൽ കാറിന്റെ മുൻചക്രം ഊരിത്തെറിച്ച നിലയിലായിരുന്നു. ഓങ്ങല്ലൂർ കാരക്കാട് പാറപ്പുറത്ത് പുലിയിറങ്ങിയെന്ന് അഭ്യൂഹം. ഇതുമായി ബന്ധപ്പെട്ട് CCTV ദൃശ്യങ്ങളും സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ചു. എന്നാൽ ദൃശ്യങ്ങൾ കാട്ടുപൂച്ചയുടേതാകാമെന്ന നിഗമനത്തിലാണ് വനം വകുപ്പ്. ആശങ്കപ്പെടേണ്ടതില്ലെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു. കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ പാറപ്പുറം പ്രദേശത്ത് പുലിയിറങ്ങിയതായുള്ള അഭ്യൂഹം പരന്നത്. പുലിയുടേതെന്ന് സംശയിക്കുന്ന CCTV ദൃശ്യങ്ങളും പുറത്തുവന്നു. സമൂഹമാധ്യമങ്ങളിൽ ഇത് പ്രചരിച്ചതോടെ ഓങ്ങല്ലൂർ പ്രദേശത്തുകാരും വലിയ ആശങ്കയിലായി. പാറപ്പുറത്തെ വീട്ടിലെ CCTVയിൽ നിന്നുമാണ് പുലിയുടേതെന്ന് സംശയിക്കുന്ന ദൃശ്യങ്ങൾ കണ്ടെത്തിയത്. തുടർന്ന് രാവിലെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. ഫോറസ്റ്റ് ഒറ്റപ്പാലം റേഞ്ച് ഓഫീസറും പട്ടാമ്പി സെക്ഷനിലെ ഉദ്യോഗസ്ഥരുമാണ് സ്ഥലത്തെത്തിയത്. ദൃശ്യങ്ങൾ കാട്ടുപൂച്ചയുടേതാകാമെന്ന നിഗമനത്തിലാണ് ഉദ്യോഗസ്ഥർ. ആശങ്ക വേണ്ടെന്നും ഈ പ്രദേശങ്ങളിൽ രാത്രികാല പെട്രോളിംഗ് ശക്തമാക്കുമെന്നും വനംവകുപ്പ് അധികൃതർ അറിയിച്ചു. ഇടവേള. വാർത്തകൾ തുടരുന്നു. അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതി തൊഴിലാളികൾക്ക് കൂലിക്കുടിശ്ശിക നൽകാത്തതിനെതിരെ പട്ടാമ്പി നഗരസഭ ഓഫീസിന്റെ മുന്നിൽ UDF പ്രതിഷേധം. കൗൺസിലർ KR നാരായണസ്വാമി ഉദ്ഘാടനം ചെയ്തു. പട്ടാമ്പി നഗരസഭയിൽ അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതി തൊഴിലാളികൾക്ക് കൂലിക്കുടിശ്ശിക ഇനത്തിൽ 70 ലക്ഷം രൂപയാണ് നഗരസഭ നൽകാനുള്ളത്. ഇതിനെതിരെയാണ് UDF പട്ടാമ്പി മുനിസിപ്പൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നഗരസഭാ കാര്യാലയത്തിന് മുന്നിൽ മുദ്രാവാക്യം ഉയർത്തി പ്രതിഷേധിച്ചത്. തൊഴിലാളികളുടെ കൂലി കൊടുക്കാൻ കുടിശ്ശികയുള്ളത് 70 ലക്ഷം. കുടിശ്ശിക മുഴുവൻ കൊടുത്തു തീർത്ത് നടപടിയെടുക്കൂ അധികാരികളെ. എരിപൊരി കൊള്ളും വെയിലത്ത് ജോലിയെടുത്തു കഴിഞ്ഞിട്ട്. തുടർന്ന് പ്രതിഷേധ പരിപാടി കൗൺസിലർ KR നാരായണസ്വാമി ഉദ്ഘാടനം ചെയ്തു. നമുക്ക് ഈ നഗരസഭയിൽ ഇരിക്കുന്ന ആളുകൾ ഒരു മാസത്തെ ശമ്പളം കിട്ടിയില്ലെങ്കിൽ എന്തായിരിക്കും ജീവനക്കാരുടെ സ്ഥിതി? മാസക്കണക്കിൽ കൂലി കൊടുക്കാതെ പാവപ്പെട്ടവർ അവരുടെ ഗതികേട് കൊണ്ട് ചെയ്യുന്ന ഈ തൊഴിലിനെ എത്രമാത്രം നീചമായാണ് അത് കൈകാര്യം ചെയ്യുന്നുള്ളതാണ്. തനത് ഫണ്ടെടുത്ത് തൊഴിലാളികൾക്ക് കൂലി കൊടുത്താലും കുഴപ്പമില്ലെന്ന് ഞങ്ങൾ കൗൺസിലർമാർ പലതവണ പറഞ്ഞതാണ്. എന്തുകൊണ്ടാണ് ഈ തൊഴിലുറപ്പ് തൊഴിലാളികളെ ഇവർ കണ്ടില്ല എന്ന് നടിക്കുന്നത്? നമുക്കറിയാം, ഇതേ തൊഴിലുറപ്പ് തൊഴിലാളികളെ അവരുടെ ലെവി പിരിച്ച് പാർട്ടിക്ക് ഫണ്ടുണ്ടാക്കുന്ന പ്രസ്ഥാനങ്ങളുള്ള പട്ടാമ്പി മുനിസിപ്പാലിറ്റിയിൽ, അവരുടെ അധ്വാനത്തിന്റെ വയർപ്പ് പറ്റുന്ന സംഘടനയുള്ള ഈ മുനിസിപ്പാലിറ്റിയിൽ എന്തുകൊണ്ട് അവരുടെ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ പരിദേവനങ്ങളും അവരുടെ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ ഈ മുനിസിപ്പാലിറ്റി തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് UDFന്റെ കൗൺസിലർമാരെ ഒന്ന് കാണുകയും അവരൊക്കെ ഈ ആവശ്യങ്ങൾ പറയുകയും അവരുടെ ദയനീയാവസ്ഥ, അവർക്കൊന്ന് മരുന്ന് മേടിക്കണം, അവർ ജ്വല്ലറിയിൽ പോയി സ്വർണം മേടിക്കാനല്ല അവർ ചോദിക്കുന്നത്, അവരുടെ അന്നന്നത്തെ അന്നത്തിനും വസ്ത്രത്തിനും വേണ്ടിയാണ് അവരുടെ രോഗങ്ങൾ ചികിത്സിക്കാൻ വേണ്ടിയാണ് അവർ പൈസ ചോദിക്കുന്നത്. CRC അധ്യക്ഷത വഹിച്ചു.
ഉമ്മർ കീഴായൂർ, CS സാജിദ്, C സംഗീത, K ബാഷിർ, V സെയ്തലവി, അനസ് കോടലൂർ, മുസ്തഫ, മുനീറ തുടങ്ങിയവർ സംസാരിച്ചു. കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് വർണ്ണകൂടാരം എന്ന പേരിൽ ഭിന്നശേഷി കലാമേള സംഘടിപ്പിച്ചു. കലാമേള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ഹനീഫ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്തിലെ ഭിന്നശേഷിക്കാരും അവരുടെ കുടുംബങ്ങളും ഉൾപ്പെടെയുള്ളവരെ പങ്കെടുപ്പിച്ചുകൊണ്ടായിരുന്നു കലാമേള സംഘടിപ്പിച്ചത്. വൈസ് പ്രസിഡന്റ് N സാജിറ, അനസ് പൊമ്ര, M മോഹനൻ, PA തങ്ങൾ എന്നിവർ പങ്കെടുത്തു. തുടർന്ന് ഡോക്ടർ ബാബുരാജ് പരിയാനംപറ്റയുടെ നേതൃത്വത്തിൽ നാദവൈഖരി ബാൻഡിന്റെ ഫ്യൂഷൻ സംഗീതവും ഉണ്ടായി. വൈഷ്ണവ് കല്ലാറ്റ്, വിവേക് പരിയാനംപറ്റ, ശരൺ അപ്പു എന്നിവർ സംഗീത പരിപാടിയിൽ അണിനിരന്നു. മണ്ണാർക്കാട് കുമരംപുത്തൂർ പയ്യനേടം കുറുമ്പ് ഭഗവതി ക്ഷേത്രത്തിലെ ഉച്ചാറൽ വേലയ്ക്ക് കൊടിയേറി. 100 കണക്കിന് ഭക്തരാണ് കൊടിയേറ്റ് ചടങ്ങിന് എത്തിയത്. ഫെബ്രുവരി 10 ഉച്ചാറൽ വേല. വെള്ളിയാഴ്ച രാത്രി 7 മണിക്ക് താന്ത്രിക ചടങ്ങുകൾക്ക് ശേഷം നടന്ന കൊടിയേറ്റത്തിന് തട്ടകത്തിലെ ഭക്തർ ഒഴുകിയെത്തി. തുടർന്ന് തായമ്പക അരങ്ങേറി. ഫെബ്രുവരി 5 വരെയുള്ള ദിവസങ്ങളിൽ ലളിത സഹസ്രനാമ ജപം നടത്തും. ഫെബ്രുവരി 6 രാത്രി തായമ്പക, തുടർന്ന് ബാലെ, 7 രാത്രി തായമ്പക, ഗാനമേള, 8 രാത്രി ഓട്ടൻതുള്ളൽ എന്നിവ നടത്തും. 9 കൂട്ടിവിളക്ക് ദിവസം തായമ്പക, പഞ്ചവാദ്യം, പാണ്ടിമേളം എന്നിവയുണ്ട്. 10 ഉച്ചാറൽ വേല. ഉച്ചയ്ക്ക് ശേഷം 3:30 ദേശവേലകളുടെ ക്ഷേത്രം പ്രവേശനവും കൊട്ടിയിറങ്ങലും നടത്തും. വൈകിട്ട് പാണ്ടിമേളം, 11 രാവിലെ മഞ്ഞനീരാട്ട്, തുടർന്ന് ഉത്സവം കൊടിയിറങ്ങും. ആനമങ്ങാട് എടത്തറ മഹല്ല് ദർസ് സ്വലാത്ത് വാർഷിക പരിപാടികൾ സമാപിച്ചു. വാർഷികത്തിന്റെ ഭാഗമായി 3 മാസത്തോളം നീണ്ട വിവിധ പരിപാടികളാണ് സംഘടിപ്പിച്ചത്. സമാപന സമ്മേളനത്തിൽ സമസ്ത ജനറൽ സെക്രട്ടറി പ്രൊഫസർ K ആലിക്കുട്ടി മുസ്ലിയാർ സനദുകൾ ദാനം ചെയ്തു. ആനമങ്ങാട് എടത്തറ മഹല്ല് ദർസ് സ്വലാത്ത് വാർഷിക സമാപന മഹാസമ്മേളനം പള്ളിപ്പടി സ്വലാത്ത് നഗറിലാണ് നടന്നത്. സമസ്ത ജനറൽ സെക്രട്ടറി പ്രൊഫസർ K ആലിക്കുട്ടി മുസ്ലിയാർ സമാപന സമ്മേളനത്തിൽ മുഖ്യ അതിഥിയായിരുന്നു. ദർസിൽ നിന്നും ഹിഫ്ള് പൂർത്തിയാക്കിയ ഹാഫികൾക്ക് ആലിക്കുട്ടി മുസ്ലിയാർ സന്നദ്ധുകൾ ദാനം ചെയ്തു. ഷമീർ ദാരിമി കൊല്ലം പ്രഭാഷണം നിർവഹിച്ചു. ഹയർ എഡ്യൂക്കേഷന്റെ ഭാഗമായി വിവിധ കോളേജുകളിലേക്ക് പോകുന്ന ദർസിലെ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു. ദൃശ്യമാധ്യമ രംഗത്ത് 2 പതിറ്റാണ്ട് പൂർത്തിയാക്കിയ സത്താർ ആനമങ്ങാടിനെയും വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെയും ആദരിച്ചു. 70 വയസ്സ് പിന്നിട്ട മുൻകാല മഹൽ കമ്മിറ്റി അംഗങ്ങളെയും ആദരിച്ചു. പുതിയ മഹൽ ജുമാ മസ്ജിദിന്റെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ ചടങ്ങിൽ പ്രഖ്യാപിച്ചു. മസ്ജിദിന്റെ രൂപരേഖയും പ്രകാശനം ചെയ്തു. പത്താം ക്ലാസ് മതവിദ്യാഭ്യാസ പഠനം പൂർത്തിയാക്കിയതോടൊപ്പം SSLC പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടുകയും ചെയ്ത എറശ്ശേരി പള്ളിയാലിൽ ഫാത്തിമ വഫയെ മഹൽ എംപ്ലോയീസ് കൂട്ടായ്മ ഉപഹാരം നൽകി അനുമോദിച്ചു. മഹൽ എംപ്ലോയീസ് കൂട്ടായ്മ ഭാരവാഹികളായ EP അയ്യൂബ്, കോടാമ്പി ഹസീബ്, CK ജാഫർ എന്നിവർ സംബന്ധിച്ചു. മഹൽ ഖത്തീബ് SM പൂക്കോയത്തങ്ങൾ നിസാമി പ്രാർത്ഥന നിർവഹിച്ചു. മഹൽ കമ്മിറ്റി പ്രസിഡന്റ് KM ഉബൈദ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി TK റൌഫ്, ആനമൂട് ടൗൺ ജുമാ മസ്ജിദ് ഖത്തീബ് നസീഹ് ഹുദവി, സുന്നി മഹൽ ഫെഡറേഷൻ ഓർഗനൈസർ ഇസ്മായിൽ ഫൈസി ഒടമല, OK മൗലവി, KP ഷൗക്കത്ത് അലി, കണ്ടപ്പാടി ഹനീഫ, P ഹംസ തുടങ്ങിയവർ സംസാരിച്ചു. ചരിത്രപ്രസിദ്ധമായ പുത്തനങ്ങാടി നേർച്ചയ്ക്ക് തിങ്കളാഴ്ച കൊടിയുയരും. നൂറ്റാണ്ടുകളുടെ ചരിത്രമുള്ള പെരിന്തൽമണ്ണ പുത്തനങ്ങാടി ശുഹദാക്കളുടെ ആണ്ടുനേർച്ചയും ശുഹദ ഇസ്ലാമിക് കോളേജ് 15ാം വാർഷിക സന്നദ്ധാന സമ്മേളനവും ജനുവരി 27 തിങ്കളാഴ്ച തുടങ്ങും. മക്കാം സിയാറത്തിന് ശേഷം കൊടി ഉയർത്തുന്നതോടെ പരിപാടികൾ ആരംഭിക്കുമെന്ന് സംഘാടകർ പെരിന്തൽമണ്ണയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ചരിത്രപ്രസിദ്ധമായ പുത്തനങ്ങാടി നേർച്ചയ്ക്ക് തിങ്കളാഴ്ച കൊടിയേറും. ജനുവരി 27 മുതൽ ഫെബ്രുവരി 2 വരെയാണ് ഈ വർഷത്തെ നേർച്ചയോടനുബന്ധിച്ചുള്ള പരിപാടികൾ നടക്കുന്നത്. 1000-ലധികം വർഷം പഴക്കമുള്ള 2 പള്ളികളും ആരാധന സ്വാതന്ത്ര്യത്തിനു വേണ്ടി
രക്തസാക്ഷിത്വം വരിച്ച സുഹദാക്കളും നിരവധി സയ്യിദന്മാരും പണ്ഡിതന്മാരും അന്ത്യവിശ്രമം കൊള്ളുന്ന മക്ബറുകളും ദിനേന നിരവധി വിശ്വാസികളാണ് സന്ദർശിക്കുന്നത്. ജാതിമത വ്യത്യാസമില്ലാതെ എല്ലാവരും സന്ദർശനം നടത്തുന്ന കേന്ദ്രമാണ് ശുഹദ മക്കാമുകൾ. മുസ്ലിങ്ങൾ കേരളത്തിൽ വന്ന ആദ്യ വർഷങ്ങളിൽ തന്നെ പൊന്നാനിയിൽ നിന്ന് വന്നു താമസമാക്കിയ 10 കുടുംബങ്ങളിലൂടെ ആരംഭിച്ചതാണ് പുത്തനങ്ങാടിയുടെ ചരിത്രം. ഇന്ന് 2000-ഓളം കുടുംബങ്ങൾ ഈ മഹലിന് കീഴിലുണ്ട്. കേന്ദ്ര പള്ളിക്ക് പുറമെ 6 ജുമുഅത്ത് പള്ളികളും മഹലിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട്. ശുഹദാക്കളുടെ ആണ്ടുനേർച്ച ഈ നാട്ടുകാരുടെ ഒത്തുചേരലിന്റെ സന്ദർഭം കൂടിയാണ്. ചരിത്രപ്രസിദ്ധമായ പുത്തനങ്ങാടി നേർച്ചയ്ക്ക് തിങ്കളാഴ്ച വൈകിട്ടാണ് കൊടിയേറുന്നത്. ഫെബ്രുവരി 2 വരെ ഈ വർഷത്തെ നേർച്ചയോടനുബന്ധിച്ചുള്ള വിവിധ പരിപാടികൾ നടക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ശുഹദാക്കളുടെ പേരിൽ നടത്തപ്പെടുന്ന ശുഹദ ഇസ്ലാമിക് കോളേജിൽ മതഭൗതിക വിദ്യാഭ്യാസ സിലബസോടെ 233 വിദ്യാർത്ഥികളും പഠനം നടത്തി വരുന്നുണ്ട്. 27 തിങ്കളാഴ്ച 4 മണിക്ക് മക്കാം സിയാറത്തിന് പാണക്കാട് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ നേതൃത്വം നൽകും. മഹൽ പ്രസിഡന്റ് കൊണ്ടേരിത്തൊടി മാനുഹാജി പതാക ഉയർത്തും. 7 മണിക്ക് സ്വലാത്ത് മജ്ലിസ് നടക്കും. 28-ന് പാണക്കാട് സാബിക് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം നിർവഹിക്കും. ജലീൽ റഹ്മാനി വാണിയന്നൂർ പ്രഭാഷണം നടത്തും. 29-ന് 4 മണിക്ക് വിദ്യാർത്ഥി സമ്മേളനം സമസ്ത പ്രസിഡന്റ് സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. 7 മണിക്ക് മതപ്രഭാഷണ വേദി പാണക്കാട് ഹമീദ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. ആണ്ട് നേർച്ച ജനുവരി 27-ാം തീയതി വൈകുന്നേരം 4:30-ന് പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിലുള്ള മക്കാം സിയാറത്തോടുകൂടെ തുടക്കം കുറിക്കുകയാണ്. മതപ്രഭാഷണം, മജ്ലിസുന്നൂർ, ദുആ സമ്മേളനം, സനദ്ദാന മഹാസമ്മേളനം, ഖത്തം ദുആ, അന്നദാനം എന്നിവയാണ് പ്രധാന ചടങ്ങുകൾ. സ്ഥാപനത്തിന്റെ പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ അവർകളാണ് സനദ്ദാനം നിർവഹിക്കുന്നത്. മതപ്രഭാഷണ വേദിയിൽ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, ഹമീദ് അലി ശിഹാബ് തങ്ങൾ, സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ അഭിനന്ദ പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ, ഷെയ്ഖുൽ ജാമിയ ആലിക്കുട്ടി ഉസ്താദ് അവർകൾ, ഷെയ്ഖുന MT അബൂബക്കർ മുസ്ലിയാർ തുടങ്ങിയവർ ഉദ്ഘാടനത്തിനും കേരളത്തിലെ പ്രഗത്ഭ പ്രഭാഷകരായ ജലീൽ റഹ്മാനി വാണിയന്നൂർ, ഹാഫിൽ അൻവർ മന്നാനി തൊടുപുഴ, സിറാജുദ്ദീൻ ഖാസിമി പത്തനാപുരം, വലിയുദ്ദീൻ ഫൈലി വാഴക്കാട്, ഓണംപിള്ളി മുഹമ്മദ് ഫൈലി തുടങ്ങിയവർ പ്രഭാഷണം നടത്തുകയാണ്. 30-ന് സിറാജുദ്ദീൻ ഖാസിമി പത്തനാപുരവും പ്രഭാഷണം നടത്തും. 31-ന് നടക്കുന്ന ദുആ മജ്ലിസിന് നൂറെ അജ്മീർ വലിയുദ്ദീൻ ഫൈസി നേതൃത്വം നൽകും. ഫെബ്രുവരി 1-ന് ശുഹദ കോളേജിൽ പഠനം പൂർത്തിയായവർക്കുള്ള ബിരുദദാനം പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ നിർവഹിക്കും. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പുത്തനങ്ങാടി മഹൽ ഗാസിയായി ചുമതലയേൽക്കുന്ന ചടങ്ങ് അന്നേ ദിവസം നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. MT അബ്ദുള്ള മുസ്ലിയാർ സനദ്ദാന പ്രസംഗം നടത്തും. ഓണംപള്ളി മുഹമ്മദ് ഫൈസി മുഖ്യപ്രഭാഷണം നടത്തും. 2-ാം തീയതി രാവിലെ 9 മണിക്ക് ഖത്തം ദുആയ്ക്ക് അബ്ദു ഷുക്കൂർ മദനി അമ്മിനിക്കാട് നേതൃത്വം നൽകും. ശേഷം 10,000-കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന അന്നദാനത്തോടെ ഈ വർഷത്തെ നേർച്ച പരിപാടികൾക്ക് സമാപനമാകും. മഹൽ ഖത്തീബ് സുബൈർ ഫൈസി ചെമ്മലശ്ശേരി, ശുഹദ കോളേജ് പ്രിൻസിപ്പൽ PTM ജഹ്ഫർ സ്വാദിഖ് ബാക്കവി ഹൈതമി, മഹൽ പ്രസിഡന്റ് കൊണ്ടരുതൊടി മുഹമ്മദ്, ജനറൽ സെക്രട്ടറി പാതാരി ഹംസപ്പ ഹാജി, ട്രഷറർ കുഞ്ഞി മൊയ്തീൻ ചോലയിൽ, വൈസ് പ്രസിഡന്റ് അമീർ പാതാരി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ആനമങ്ങാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പൂർവ്വ വിദ്യാർത്ഥി അധ്യാപക മെഗാ സംഗമം ജനുവരി 26-ന് ഞായറാഴ്ച നടക്കും. നജീബ് കാന്തപുരം MLA സംഗമം ഉദ്ഘാടനം ചെയ്യും. 1974 മുതൽ ഈ സ്കൂളിൽ പഠിച്ച വിദ്യാർത്ഥികളും മുൻകാല അധ്യാപകരും സംഗമത്തിൽ പങ്കെടുക്കും. ആയിരങ്ങൾക്ക് അറിവ് പകർന്ന ആനമങ്ങാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗോൾഡൻ ജൂബിലിയുടെ നിറവിലാണ്. സ്കൂളിന്റെ 50-ാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് 1 വർഷം നീണ്ടു നിൽക്കുന്ന വിവിധ പരിപാടികൾ നടന്നു വരികയാണ്. ഇതിന്റെ ഭാഗമായുള്ള പൂർവ്വ വിദ്യാർത്ഥി അധ്യാപക മെഗാ സംഗമം
ജനുവരി 26 ഞായറാഴ്ച നടക്കുമെന്ന് സംഘാടകർ പെരിന്തൽമണ്ണയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. രാവിലെ 9 മണിക്ക് പൂർവ്വ വിദ്യാർത്ഥികളുടെ രജിസ്ട്രേഷൻ ആരംഭിക്കും. 10 മണിക്ക് സ്കൂൾ സ്ഥാപക നേതാക്കളെ അനുസ്മരിക്കും. ഞേർലത്ത് ഹരിഗോവിന്ദന്റെ കാവ്യാലാപനത്തോടെയാണ് ചടങ്ങ് ആരംഭിക്കുക. നജീബ് കാന്തപുരം MLA സംഗമം ഉദ്ഘാടനം ചെയ്യും. സ്വാഗത സംഘം ചെയർമാനും ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ KT അഫ്സൽ അധ്യക്ഷത വഹിക്കും. മികച്ച നടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിന് തിരഞ്ഞെടുക്കപ്പെട്ട ബീന ആർ ചന്ദ്രൻ വിശിഷ്ടാതിഥിയായിരിക്കും. ഉദ്ഘാടന ചടങ്ങിനു ശേഷം പൂർവ്വ വിദ്യാർത്ഥികൾ വിവിധ പരിപാടികൾ അവതരിപ്പിക്കും. 26 ഞായറാഴ്ച തൊട്ടടുത്ത മറ്റന്നാൾ നടക്കുകയാണ്. അപ്പോൾ അതിൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഇവിടെ പഠിച്ചു പോയ എല്ലാ വിദ്യാർത്ഥികളും ജീവിച്ചിരിക്കുന്ന എല്ലാ അധ്യാപകരും സംഗമിക്കും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതിന് ഗൂഗിൾ മീറ്റ് വഴി ആളുകൾ ക്ഷണിച്ചു. ഒരു 500-ൽ പരം ആളുകൾ അതിൽ ഗൂഗിൾ മീറ്റിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെയും ഒരു 1000-ലധികം വിദ്യാർത്ഥികളെ അതുപോലെ ഒരുപാട് അധ്യാപകരെയും 100ഓളം അധ്യാപകരെയും നമ്മളതിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അവരൊക്കെ പങ്കെടുക്കും. അവരൊക്കെ ആദരിക്കുകയും അതുപോലെ തന്നെ കഴിഞ്ഞ കാല അനുഭവങ്ങളൊക്കെ പങ്കിടുകയും ഒക്കെ ചെയ്യുന്ന ഒരു മനോഹരമായ മുഹൂർത്തമാണ് ഞായറാഴ്ച നടക്കാൻ പോകുന്നത്. വൈകിട്ട് 5:30 ഗഫൂർ M ഖയാമിന്റെ മെഹഫിൽ സന്ധ്യ അരങ്ങേറും. കഴിഞ്ഞ ഒക്ടോബർ 5 സ്കൂളിന്റെ ഗോൾഡൻ ജൂബിലി ആഘോഷ പരിപാടികൾ തുടങ്ങിയത്. ഘോഷയാത്ര, ഉദ്ഘാടന സമ്മേളനം, മെഗാ അൽമിനി മീറ്റ്, പൂർവാധ്യാപക സംഗമം, സംഗീത സന്ധ്യ, യാത്രയപ്പ് സമ്മേളനം, കലാപരിപാടികൾ, കായിക മത്സരങ്ങൾ, സാംസ്കാരിക വിദ്യാഭ്യാസ സെമിനാറുകൾ, സ്മരണിക പുറത്തിറക്കൽ, സ്മാരക നിർമ്മാണം, സമാപന സമ്മേളനം തുടങ്ങിയ പരിപാടികളാണ് നിശ്ചയിച്ചിട്ടുള്ളത്. ഈ പരിപാടികളിലെ പൂർവ്വ വിദ്യാർത്ഥി അധ്യാപക മെഗാ സംഗമമാണ് ഞായറാഴ്ച നടക്കുന്നത്. സ്വാഗത സംഘം വൈസ് ചെയർമാൻ സി ബാലസുബ്രഹ്മണ്യൻ, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ NP കൃഷ്ണകുമാർ, SMC ചെയർമാൻ സക്കീർ ഹുസൈൻ CK, പ്രചാരണ കമ്മിറ്റി ചെയർമാൻ സത്താർ ആനമങ്ങാട്, സാജിത്ത് മാടശ്ശേരി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഒരു ഇടവേള കൂടി. വാർത്തകൾ തുടരുന്നു. ആടിയും പാടിയും പറഞ്ഞും വരച്ചും ഒരുമയുടെ ഒരീസം. പെരിന്തൽമണ്ണ BRCക്ക് കീഴിലുള്ള എരവിമംഗലത്തെ ഓട്ടിസം സെന്ററിന്റെ 4ാം വാർഷികാഘോഷം വേറിട്ട പരിപാടിയായി. നഗരസഭ വൈസ് ചെയർപേഴ്സൺ നസീറ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. ചുണച്ച് ചുണ്ടു രണ്ട് ചുവന്നോളെ അനുരാഗം കളഞ്ഞോളെ വെള്ളിപ്പാദസരം കാളിരതില്ലേരും കിന്നാരും ചുണ്ടുകിളികളി വെള്ളി വെളിച്ചാണേ മുല്ലക്കരി പൂത്ത വള്ളി പടപ്പാണോ വല്ലതി കുളിർത്തങ്ങലായി വരുമോ കനവാകെ മൂടി മിഴിയാകെ നിണമൊഴുകി ഇത പകലിൽ ഞാൻ തേടി എന്നെ കേൾക്കുമോ നബിയേ ഒരുമയുടെ ഒരീസം എന്ന പേരിൽ എരവിമംഗലം ഓട്ടിസം സെന്ററിന്റെ 4ാം വാർഷികം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. കൗതുകവും ഉല്ലാസവും പകർന്ന ഒരുമയുടെ ആഘോഷമായി ഇവർക്കിത്. വിളംബര ജാഥയോടുകൂടിയാണ് പരിപാടികൾ ആരംഭിച്ചത്. എരവിമംഗലം ബൊണാഡിയ ഓഡിറ്റോറിയത്തിൽ നടന്ന വാർഷികാഘോഷത്തിൽ ഓട്ടിസം സെന്ററിലെ വിദ്യാർത്ഥികൾ വിവിധ പരിപാടികൾ അവതരിപ്പിച്ചു. വാർഷികാഘോഷ പരിപാടി പെരിന്തൽമണ്ണ നഗരസഭ വൈസ് ചെയർപേഴ്സൺ നസീറ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന തലത്തിൽ നമ്മൾ ഇന്ന് മുമ്പുണ്ടായിരുന്ന ഒരു സാഹചര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാവും. മുമ്പാണെന്നുണ്ടായിരുന്നെങ്കിൽ ഇതുപോലെ ഭിന്നശേഷി അതുപോലെ ഓട്ടിസം അങ്ങനെയുള്ളൊരു കുടുംബം ഒറ്റപ്പെട്ടിരുന്നൊരു സാഹചര്യത്തിൽ നിന്ന് ഇന്നൊരു മാറ്റം വന്നിട്ടുണ്ട്. ഇന്ന് നമുക്ക് അങ്ങനെ ഒരു ഒറ്റപ്പെട്ടലോ
അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ അല്ലെങ്കിൽ നമ്മുടെ ഭിന്നശേഷിക്കാർ 4 ചുമരിൻ്റെ ഉള്ളിൽ ഒറ്റപ്പെട്ട് ആരുമില്ലാതെ താങ്ങും തണലുമില്ലാതെ ഇരിക്കേണ്ട ഒരു സാഹചര്യം ഇന്ന് നമ്മുടെ സംസ്ഥാനത്തില്ല, ഈ പ്രത്യേകിച്ച് നമ്മുടെ പെരിന്തൽമണ്ണ നഗരസഭയിലുമില്ല. ഭിന്നശേഷിക്കാർക്ക് മാത്രമായിട്ട് നമ്മൾ സെൻറ്റർ ആരംഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതുപോലെ ഓട്ടിസം നഗരസഭാ തലത്തിൽ നമ്മൾ സെൻറ്റർ ആരംഭിച്ചു. സെൻറ്റർ ആരംഭിക്കുക മാത്രമല്ല അവർക്ക് വേണ്ട പരിശീലനം നൽകുക പോലും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചു, സ്പീച്ച് തെറാപ്പി നടക്കുന്നുണ്ട്, ഫിസിയോതെറാപ്പി നടക്കുന്നുണ്ട്. ഇനി ഏറ്റവും കൂടുതൽ ഭിന്നശേഷി രക്ഷിതാക്കളിൽ നിന്ന് ഏറ്റവും കൂടുതൽ വരുന്നൊരാവശ്യമാണ് ബിഹേവിയർ തെറാപ്പി, ഒക്യുപ്പേഷൻ തെറാപ്പി. ഇത് രണ്ടും ആവശ്യമുണ്ട് എന്ന് വരാറുണ്ട്. അപ്പം അതിനുള്ളൊരു സാഹചര്യം കൂടി ഇവിടെ കണ്ടിട്ടുണ്ട് എന്നുള്ളത് ഇവിടെ സൂചിപ്പിക്കേണ്ടായി. നഗരസഭാ കൗൺസിലർ കെ സുബ്രഹ്മണ്യൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. BRC ബ്ലോക്ക് പ്രൊജക്ട് കോർഡിനേറ്റർ സി സന്തോഷ് കുമാർ, SSK മലപ്പുറം ജില്ലാ പ്രോഗ്രാം ഓഫീസർ പി മനോജ് കുമാർ, സ്വാഗത സംഘം ചെയർമാൻ ഇ പ്രഭാകരൻ, ഡോക്ടർ ബാബു മുണ്ടേക്കാട്, സീനിയർ ആർട്ടിസ്റ്റും അധ്യാപികയുമായ NP നിസ, ഓട്ടിസം സെന്റർ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ KG രാധ തുടങ്ങിയവർ സംസാരിച്ചു. സമഗ്ര ശിക്ഷ കേരള എന്നുള്ള പ്രോജക്റ്റിൻ്റെ കീഴിൽ പെരിന്തൽമണ്ണ BRCയുടെ പരിധിയിൽ വരുന്ന എരവിമംഗലം ഓട്ടിസം സെൻ്ററിൻ്റെ 4ാം വാർഷികമാണ് ഒരുമയുടെ ഓരീസം എന്ന പേരിൽ നമ്മൾ ബൊണാഡിയ ഓഡിറ്റോറിയത്തിൽ ഇന്ന് സംഘടിപ്പിക്കുന്നത്. ഈ ഓട്ടിസം സെൻ്റർ എരവിമംഗലത്ത് കഴിഞ്ഞ 4 വർഷമായി പ്രവർത്തിക്കുന്നുണ്ട്. എന്നാൽ ആ പ്രദേശത്തുള്ളവർക്കും മറ്റുള്ളവർക്കും ഈ സെൻ്ററുമായി ഒന്നുകൂടി ബന്ധപ്പെടാനും അതുപോലെ അവിടെയുള്ള സേവനങ്ങളെക്കുറിച്ച് അവരെ മനസ്സിലാക്കാൻ വേണ്ടി കൂടിയാണ് ഇത്തരമൊരു പരിപാടി സംഘടിപ്പിക്കുന്നത്. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് പെരിന്തൽമണ്ണ ബ്ലോക്ക് പരിധിയിലുള്ള നമ്മൾ കണ്ടെത്തിയിട്ടുള്ള 19 ഓട്ടിസം കുട്ടികളും അതുപോലെ തന്നെ വിവിധ തെറാപ്പികൾക്കായി എരവിമംഗലം ഓട്ടിസം സെൻ്ററിൽ വരുന്ന മറ്റു കുട്ടികളും അതോടൊപ്പം തന്നെ വിദ്യാലയങ്ങളിൽ എൻറോൾ ചെയ്തിട്ട് സ്കൂളിൽ പോയി പഠിക്കാൻ കഴിയാതെ വീട്ടിൽ കിടപ്പിലായി പോയ കുട്ടികളെ കൂടിയാണ് നമ്മളിതിലേക്ക് ക്ഷണിച്ചിട്ടുള്ളത്. ഈ വീട്ടിൽ കിടപ്പിലായി പോയ കുട്ടികൾക്ക് നമ്മുടെ BRCയിൽ നിന്ന് സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ് വീട്ടിൽ പോവുകയും അവർക്ക് വിദ്യാഭ്യാസം നൽകുകയാണ് ചെയ്യുന്നത്. അവർക്ക് സ്കൂളിലേക്ക് വരാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഒരു ദിവസമെങ്കിലും അവരെ വീട്ടിൽ നിന്നൊന്ന് പുറത്തിറക്കുക, വീട്ടിൽ അവരുടെ അടുത്ത് ഒതുങ്ങിപ്പോയ രക്ഷിതാക്കളെ കൂടി അവിടെ നിന്ന് പുറത്തിറക്കിയിട്ട് ഒരു സ്ഥലത്ത് ഒന്നിച്ചു ചേർന്ന് കളിച്ച് ഉല്ലസിച്ച് സന്തോഷിക്കാനുള്ള സംവിധാനം എന്ന രീതിയിലാണ് നമ്മൾ ഈ വാർഷികത്തെ കാണുന്നത്. പരിപാടിയോടനുബന്ധിച്ച് BRCയിലെ ചിത്രകലാ അധ്യാപകൻ സജി ചെറുകരയുടെ വന്യ ഫോട്ടോഗ്രാഫി പ്രദർശനവും നടന്നു. പ്രദർശനം നഗരസഭാ കൗൺസിലർ കെ സുബ്രഹ്മണ്യൻ ഉദ്ഘാടനം ചെയ്തു. പെരിന്തൽമണ്ണ നഗരസഭാ സ്ഥിരം സമിതി ചെയർപേഴ്സൺ അമ്പിളി മനോജ് കുട്ടികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. മാനസിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളുടെ ജീവിത സാഹചര്യങ്ങൾ പഠനവിധേയമാക്കുന്നതിന് ഭിന്നശേഷിക്കാരുടെ വീടുകളിലേക്ക് ഫലവൃക്ഷത്തൈകൾ വിതരണം ചെയ്തു. ചിൽഡ്രൻസ് കെയർ കം സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ഡെവലപ്മെന്റ് പ്രോഗ്രാമിന്റെ നേതൃത്വത്തിൽ നടത്തിവരുന്ന പഠന പ്രൊജക്ടിന്റെ ഭാഗമായാണ് ഫലവൃക്ഷത്തൈകൾ വിതരണം ചെയ്തത്. അധ്യാപിക ഇന്ദു ശ്രീനാഥ് ചടങ്ങിൽ ഫലവൃക്ഷത്തൈകൾ കൈമാറി. ലോക ഇന്നർ വിഷൻ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിലാണ് വീടുകളിലേക്ക് വൃക്ഷത്തൈകൾ കൈമാറുന്നത്. വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ഭിന്നശേഷിക്കാരായ കുട്ടികൾ ചിത്രരചനയിലും വിവിധ കളികളിലും ഏർപ്പെട്ടു. എടത്തനാട്ടുകര വട്ടമണ്ണപ്പുറം AMLP സ്കൂളിന്റെയും വട്ടമ്പലം ഫയർ ആൻഡ് റെസ്ക്യൂ ടീമിന്റെയും നേതൃത്വത്തിൽ വട്ടമണ്ണപ്പുറം AMLP സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് നീന്തൽ പരിശീലനം നൽകി. പിലാച്ചോല പുളിയന്തോട് തടയണയിലായിരുന്നു പരിശീലനം. വട്ടമ്പലം ഫയർ ആൻഡ് റെസ്ക്യൂ ടീമും സിവിൽ ഡിഫൻസും ചേർന്നാണ് പരിശീലിപ്പിച്ചത്. ആദ്യഘട്ടമായി 40 വിദ്യാർത്ഥികൾക്കാണ് പരിശീലനം നൽകിയത്. തുടർന്ന് സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും പരിശീലനം നൽകാനാണ് സ്കൂൾ ലക്ഷ്യമാക്കുന്നത്. ദിനേനയുള്ള മുങ്ങിമരണങ്ങളിൽ നിന്നും രക്ഷപ്പെടുവാനും മറ്റുള്ളവർക്ക് സഹായമാവാനും കുട്ടികളെ പ്രാപ്തരാക്കുക എന്നതാണ് ലക്ഷ്യം. വട്ടമ്പലം ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ ഓഫീസർ സുൽഫീസ് ഇബ്രാഹിം പരിപാടി ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് MP നൌഷാദ് അധ്യക്ഷനായി. വാർഡംഗം ബഷീർ പടുകുണ്ടിൽ, സ്റ്റാഫ് കൺവീനർ സി മുഹമ്മദ് അലി, മുൻ പ്രധാനാധ്യാപകൻ TK മുഹമ്മദ്, പ്രധാനാധ്യാപിക KM ഷാഹിന സലീം, PTA വൈസ് പ്രസിഡന്റ് M അയൂബ് തുടങ്ങിയവർ പങ്കെടുത്തു. ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ ടിജോ തോമസ്, സുരേഷ് കുമാർ, ഹോംഗാർഡ് A പ്രദീപ്, സിവിൽ ഡിഫൻസ് അംഗങ്ങളായ K റെജീന, M മുഹമ്മദ് അൻസിൽ എന്നിവർ നേതൃത്വം നൽകി. കേര ഗ്രാമപദ്ധതിയുടെ ഭാഗമായി തുവൂർ ഗ്രാമപഞ്ചായത്തും കൃഷിഭവനും ചേർന്ന് കർഷകർക്ക് തെങ്ങ് കയറ്റ പരിശീലനം നൽകി. ജനകീയ ആസൂത്രണ പദ്ധതിയുടെ ഭാഗമായുള്ള തെങ്ങ് കയറ്റ യന്ത്രവിതരണവും ചടങ്ങിൽ നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CT ജസീന ഉദ്ഘാടനം ചെയ്തു.
തുവ്വൂർ ഗ്രാമപഞ്ചായത്തിൽ തുടക്കം കുറിച്ച കേരഗ്രാമം പദ്ധതിയുടെ ഭാഗമായാണ് 44 കർഷകർക്ക് തെങ്ങുകയറ്റ യന്ത്രങ്ങൾ വിതരണം ചെയ്തത്. 2650 രൂപ വിലയുള്ള യന്ത്രത്തിന് 650 രൂപ ഗുണഭോക്തൃവിഹിതം ഈടാക്കിയാണ് വിതരണം നടത്തിയത്. ഇതിന്റെ ഭാഗമായി കർഷകർക്കുള്ള തെങ്ങുകയറ്റ പരിശീലനവും നൽകി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CT ജസീന ഉദ്ഘാടനം ചെയ്തു. എന്തായാലും തീർച്ചയായിട്ടും ചെറുകിട കർഷകർക്ക് തീർച്ചയായിട്ടും ഉപകാരപ്രദമാകുന്ന ഒരു പദ്ധതിയാണിത്. അപ്പോൾ എല്ലാവരും ഇതിൻ്റെ പരിശീലനങ്ങളൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുക. ഏതാണ്ട് നമ്മുടെ തുവ്വൂർ ഗ്രാമപഞ്ചായത്തിൽ 44 പേരാണ് ഈ തെങ്ങുകയറ്റ യന്ത്രത്തിന് അപേക്ഷ നൽകിയുള്ളത്. അത് 17 ആളുകൾക്കാണ് നമ്മൾ ഇന്നോവേഷൻ്റെ സമയത്ത് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള 27 ആളുകൾക്കാണ് ഇപ്പോൾ നമ്മൾ കൊടുക്കുന്നത്. എന്തായാലും പരിശീലനം നല്ലപോലെ എല്ലാവരും ശ്രദ്ധിച്ച് അതിൻ്റെ ഒരു ഘട്ടങ്ങൾ ഓരോ ആളുകൾ മനസ്സിലാക്കി കൊണ്ട് ഈ ഒരു പ്രോഗ്രാമിൽ എല്ലാവരും സഹകരിച്ചുകൊണ്ട് നിൽക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു പ്രോഗ്രാമിന് എല്ലാവർക്കും ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഈ ഒരു പ്രോഗ്രാം ഔപചാരികമായി ഉദ്ഘാടനം. വൈസ് പ്രസിഡന്റ് KK സുരേന്ദ്രൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കൃഷി ഓഫീസർ M ഷഫീഖ് പദ്ധതി വിശദീകരിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷ NP നിർമ്മല, അംഗം NK നാസർ, കേരഗ്രാമം പ്രസിഡന്റ് KP മുഹമ്മദ് കുഞ്ഞാൻ, സെക്രട്ടറി സുരേഷ് ബാബു, മറ്റു അംഗങ്ങൾ, കാർഷിക വികസന സമിതി അംഗങ്ങൾ, കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തുവ്വൂർ. ഇനി വാണിജ്യ വാർത്തകൾ. ഫുട്വെയർ രംഗത്ത് ശ്രീകൃഷ്ണപുരത്തെ വലിയ ഷോറൂം ബിഗ് ബെസ്റ്റ് ഫുട്വെയർ ആൻഡ് ബാഗ്സ് ചന്തപുര ക്രിസ്ത്യൻ പള്ളിക്ക് മുൻവശം പ്രവർത്തനം ആരംഭിച്ചു. മഞ്ഞലങ്ങാടൻ അബ്ദുൾ റഹ്മാൻ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പാദരക്ഷകൾ, തുകൽ ബാഗുകൾ, ബെൽറ്റുകൾ, കുടകൾ, പേഴ്സുകൾ, പെർഫ്യൂമുകൾ എന്നിവയുടെ വിപുലമായ ശേഖരവുമായാണ് ബിഗ് ബെസ്റ്റ് ഫുട്വെയർ ആൻഡ് ബാഗ്സ് ശ്രീകൃഷ്ണപുരം ചന്തപുരയിൽ പ്രവർത്തനം ആരംഭിച്ചത്. ശനിയാഴ്ച രാവിലെ മഞ്ഞലങ്ങാടൻ അബ്ദുൾ റഹ്മാൻ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് C രാജിക, വാർഡ് മെമ്പർ MK ദ്വാരകനാഥൻ, INTUC ജില്ലാ ജനറൽ സെക്രട്ടറി VN കൃഷ്ണൻ, കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് KL ബേബി, സെക്രട്ടറി പുന്നത്തിൽ ജയകൃഷ്ണൻ, പ്രൊപ്പറേറ്റർ ഷംസുദ്ദീൻ M, മറ്റ് സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന ശ്രീകൃഷ്ണപുരത്തിന് മുതൽക്കൂട്ടായി മാറാൻ സ്ഥാപനത്തിന് കഴിയട്ടെ എന്ന് അതിഥികൾ ആശംസിച്ചു. ബിഗ് ബെസ്റ്റ് എന്ന് പറയുന്ന ഒരു പുതിയ സ്ഥാപനം ഇന്ന് പ്രവർത്തനം ആരംഭിക്കുക. അതിൻ്റെ വാക്കിൽ തന്നെ പ്രത്യേകതയുണ്ട്. ഒന്ന് ബിഗ് എന്ന് പറയുന്ന വലിയതും ബെസ്റ്റ് എന്ന് പറയുന്ന മികച്ചതും. അപ്പോൾ വലിയതും മികച്ചതുമായൊരു സെലക്ഷൻ ഈ വ്യാപാരത്തിൽ ഉൾക്കൊള്ളുന്ന എല്ലാ മേഖലകളെയും ബന്ധിപ്പിച്ചുകൊണ്ടാണ് ഇതിൻ്റെ ഉടമസ്ഥത സംഘടിപ്പിച്ചിട്ടുള്ളത്. തീർച്ചയായും അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന ശ്രീകൃഷ്ണപുരത്തിൻ്റെ ചന്തപ്പുരയുടെ ഹൃദയഭാഗത്ത് ഇത്തരമൊരു സ്ഥാപനം ശ്രീകൃഷ്ണപുരത്തിൻ്റെ ആളുകളുടെ വിവിധ ആവശ്യങ്ങൾ തൃപ്തിപ്പെടുത്താൻ ഉതകുമെന്നാണ് വിശ്വസിക്കുന്നത്. ഈ സ്ഥാപനം ആരംഭിക്കാൻ മുന്നോട്ട് വന്നിട്ടുള്ള ഷംസുക്കായി അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെല്ലാം ആത്മാർത്ഥമായി അഭിനന്ദിച്ചുകൊണ്ട് ഈ സ്ഥാപനം മികച്ച രീതിയിൽ നടന്നു പോകട്ടെ എന്നും അതിനെല്ലാവരുടെയും സഹകരണം കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ബിഗ് ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ വലിയതും നല്ലതുമായ സാധനങ്ങൾ ഒരു പക്ഷേ നമ്മുടെ ഈ പരിസരങ്ങളിലൊന്നും ഉൽപ്പാദിപ്പിക്കാത്ത
മറ്റ് പല ഭാഗങ്ങളിൽ നിന്നും കൊണ്ടുവന്ന് ഇവിടെ വിൽപ്പന നടത്തുന്ന ഈ സാധനം. പക്ഷേ ഇത് മറ്റ് കടകളിൽ പോയി കാണില്ലാതെ ഞാൻ വന്ന് നോക്കിയപ്പോൾ തന്നെ എനിക്കൊരു തോന്നലുണ്ടായി. ഏതായാലും ഇത് നാട്ടിലെ നമ്മുടെ പ്രദേശത്തെ ജനങ്ങൾക്ക് വ്യത്യസ്തമായ രീതിയിലുള്ള സാധനങ്ങൾ കിട്ടുവാനും അതും ഗുണമേന്മയുള്ളതും വില കുറഞ്ഞതുമായ രീതിയിൽ കിട്ടുവാനും വേണ്ടിയുള്ള ഒരു സംരംഭമായി ഇതിനെ ഞാൻ കണക്കാക്കുന്നു. ഇതിൻ്റെ സംരംഭകർ ശ്രീ അബ്ദുൾ റഹ്മാൻ ആയാലും ശരി, അദ്ദേഹത്തിൻ്റെ സഹോദരൻ ഷംസുദ്ദീനായാലും നല്ല ലക്ഷ്യത്തോടു കൂടി തുടങ്ങിയതൊന്നും മോശമല്ലാത്ത രീതിയിൽ മണ്ണമ്പറ്റയിൽ ഒരു സ്ഥാപനം തുടങ്ങിയിട്ട് കുറേ വർഷങ്ങളായി. ഒരു കുടുംബം കൂടിയാണ്, കുടുംബമാണ് മഞ്ഞളങ്ങാടി കുടുംബം എന്ന് പറഞ്ഞ വ്യാപാരികളുടെ കുടുംബം കൂടിയാണ്. അത് നല്ല നിലയ്ക്ക് കൊണ്ടുപോകാൻ, എല്ലാവരെയും ചേർത്തിണക്കി കൊണ്ടുപോകാനും കഴിയുന്ന ഈ സ്ഥാപനം ഉത്തരോത്തരം വളരട്ടെ. ഏറ്റവും മികച്ച ഗുണമേന്മയിലും വിലക്കുറവിലും ലേഡീസ്, കിഡ്സ് ബാഗ്സ്, ഫുട്വെയറുകൾ, ഷൂ പോളിഷ്, പെർഫ്യൂംസ്, തൊപ്പി, സോക്സ് തുടങ്ങിയവയെല്ലാം ബിഗ് ബെസ്റ്റ് ഫുട്വെയർ ആൻഡ് ബാഗ്സിൽ ലഭിക്കും. പുരുഷവസ്ത്ര സങ്കല്പങ്ങൾക്ക് പുത്തൻ ഉണർവേകിക്കൊണ്ട് മെൻസ് ആൻഡ് ബോയ്സിന്റെ ട്രെൻഡിംഗ് വസ്ത്രങ്ങളുടെ ലേറ്റസ്റ്റ് കളക്ഷനുകളുമായി കലിപ്സോ മെൻസ് ആൻഡ് ബോയ്സിന്റെ 4ാമത്തെ ഔട്ട്ലെറ്റ് ഒറ്റപ്പാലം മലബാർ ഗോൾഡിന് സമീപം പ്രവർത്തനം ആരംഭിച്ചു. ഏറ്റവും വിലക്കുറവിൽ ക്വാളിറ്റിയുള്ള വസ്ത്രങ്ങളാണ് കലിപ്സോ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത്. പുരുഷവസ്ത്ര വ്യാപാര രംഗത്ത് വർഷങ്ങളുടെ പാരമ്പര്യമുള്ള കലിപ്സോയുടെ 4ാമത്തെ ഔട്ട്ലെറ്റാണ് ഒറ്റപ്പാലം മലബാർ ഗോൾഡിന് സമീപം പ്രവർത്തനം ആരംഭിച്ചത്. വെള്ളിയാഴ്ച ഒറ്റപ്പാലത്തെ ഔട്ട്ലെറ്റിന്റെ ഉദ്ഘാടനം നടന്നു. കുടുംബങ്ങളും വ്യാപാരി സുഹൃത്തുക്കളും ഉദ്ഘാടന ചടങ്ങിൽ സന്നിഹിതരായി. ഗുണമേന്മയുള്ള വസ്ത്രങ്ങൾ ഏറ്റവും വിലക്കുറവിൽ ഉപഭോക്താക്കൾക്ക് നൽകുക എന്നത് തന്നെയാണ് കലിപ്സോയുടെ ഒറ്റപ്പാലത്തെ ഔട്ട്ലെറ്റിന്റെയും ലക്ഷ്യം. മെൻസിന്റെയും ബോയ്സിന്റെയും വസ്ത്രങ്ങളുടെ വൻ കളക്ഷൻ തന്നെയാണ് കലിപ്സയിൽ ഒരുക്കിയിരിക്കുന്നത്. വിപണിയിൽ ട്രെൻഡിംഗ് ആയി നിൽക്കുന്ന വസ്ത്രങ്ങളുടെ ഏറ്റവും ലേറ്റസ്റ്റ് ശേഖരം തന്നെയാണ് കലിപ്സോ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത്.
വാഹനങ്ങൾക്കുള്ള മികച്ച പാർക്കിംഗ് സംവിധാനവും കലിപ്സോ ഉപഭോക്താക്കളുടെ സൗകര്യാർത്ഥം ഒരുക്കിയിട്ടുണ്ട്. ആലത്തൂർ, കൊടുങ്ങല്ലൂർ, മാള എന്നിവിടങ്ങളിലാണ് കലിപ്സോയുടെ മറ്റ് ഔട്ട്ലെറ്റുകൾ. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യം ലോകത്തെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥയായി വളർന്നുകൊണ്ടിരിക്കുമ്പോഴും ദാരിദ്ര്യ സൂചികയിൽ 105-ാം സ്ഥാനത്താണെന്ന് മന്ത്രി സി രവീന്ദ്രനാഥ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭരണകൂടം ഗ്രാമപഞ്ചായത്തുകളാണെന്നും രവീന്ദ്രനാഥ്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് റേഷൻ വ്യാപാരികൾ അനിശ്ചിതകാല സമരത്തിലേക്ക്. സംസ്ഥാന വ്യാപകമായി 27 മുതൽ കടകൾ അടച്ചിടും. ഒറ്റപ്പാലം താലൂക്കിൽ 150 റേഷൻ കടകൾ അടച്ചിടും. മലപ്പുറം ജില്ലാ സ്പോർട്സ് കൗൺസിൽ സംഘടിപ്പിച്ച ജില്ലാ കായിക മഹോത്സവം നാളെ സമാപിക്കും. പെരിന്തൽമണ്ണയിലാണ് സമാപന പരിപാടികൾ. മണാർക്കാട് നിയന്ത്രണം വിട്ട കാർ മതിലിടിച്ച് അപകടത്തിൽ 2 പേർക്ക് പരിക്കേറ്റു. കൊടുവാളിക്കുണ്ട് സ്വദേശികളായ നിതിൻ ദാസ്, രജീഷ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ഓങ്ങല്ലൂർ കാരക്കാട് പാറപ്പുറത്ത് പുലിയിറങ്ങിയെന്ന് അഭ്യൂഹം. പുലിയുടേതെന്ന് സംശയിക്കുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെയാണ് പ്രദേശത്തുള്ളവർ ആശങ്കയിലായത്. ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല എന്നും ദൃശ്യങ്ങൾ കാട്ടുപൂച്ചയുടേതാകാമെന്നും വനംവകുപ്പ്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം. കാണാം ഇനി ഷോർട്ട് ന്യൂസ്.